ഹലോ എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച പക്ഷെങ്കിൽ ആ സമയത്ത് അത് ഫ്രീ ആയിരുന്നില്ല, ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതായത് 2025 നവംബർ ഡിസംബർ മാസത്തിൽ ഒരു തായ്ലാൻഡ് ട്രിപ്പ് പോയിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട് സുനിത എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോയത്. വളരെ നല്ല ട്രിപ്പായിരുന്നു. ഒരു 6 days ടോട്ടല്. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും ഡയറക്റ്റ് ഫ്ലൈറ്റായിരുന്നു ബാങ്കോക്കിലേക്ക്. അവിടെ നിന്ന് ബാങ്കോക്കിൽ നിന്ന് പിന്നെ ബൈ ബസ് ഞങ്ങൾ പട്ടായ എന്ന് പറയുന്ന സിറ്റിയിലേക്ക് പോയി. തായ്ലാൻഡിനെ കുറിച്ച് പറയുമ്പോൾ, തായ്ലാൻഡ് എന്ന് പറയുന്നത് ആ പേരിൻ്റെ അർത്ഥം വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അത് അവരുടെ ഒരു ഫ്രീഡത്തെ സ്പെസിഫിക്കായിട്ട് പറയുന്ന ഒരിതാണ്. അതായത് ദ ലാൻഡ് ഓഫ് ദി ഫ്രീ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മീനിങ് അങ്ങനെയാണ്. അതിനു മുമ്പ് ശരിക്കും ഒഫീഷ്യലായിട്ട് 1939 വരെ ഉണ്ടായിരുന്ന പേര് സിയാം എന്ന് പറയും. അതായത് ദ കിങ്ഡം ഓഫ് തായ്ലാൻഡ് എന്നാണ് ഫോർമലി നേരത്തെ അറിഞ്ഞിരുന്നത്. പിന്നീട് അത് പെർമനൻ്റായിട്ട് ആ പേര് മാറിയിട്ട് തായ്ലൻഡ് എന്നായി. ഈ പേര് വരാനുള്ള ഇടാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, ഈ ബ്രിട്ടീഷേഴ്സ് വന്നിട്ട് അവരുടെ കൊളോണിയലായിട്ടുള്ള എല്ലാ ഇതും അതുപോലെ തന്നെ യുദ്ധങ്ങളൊക്കെ ചെയ്ത സമയത്ത് ഏഷ്യയിൽ 2 രാജ്യങ്ങൾ മാത്രം അവർക്ക് കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല. ഒന്നാമതായിട്ട് ജപ്പാൻ, രണ്ടാമതായിട്ട് തായ്ലാൻഡ്. ഈ 2 രാജ്യങ്ങൾ മാത്രമാണ് അവർക്ക് കീഴടക്കാൻ പറ്റാതിരുന്നത്. അവർ അന്ന് അവരുടെ കിങ്ഡത്തിൻ്റെ കീഴിൽ ആ ജനം വളരെ ഇതായിട്ട് നിന്നു എന്നുള്ളതാണ്. അവരുടെ കോളനൈസേഷന് അണ്ടറായില്ല. അതുപോലെ തന്നെ അവർ ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിസം അല്ലാതെ വേറെ റിലീജിയൻ ഫോളോ ചെയ്യുന്നവർ വളരെ മൈക്രോ മൈനോറിറ്റി എന്ന് പറയാം, അത്ര കുറവ് ആൾക്കാരേ ഉള്ളൂ. അതുപോലെ തന്നെ സിയാം എന്നുള്ള പഴയ പേര് 1939 വരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒരു ബ്രീഫ് ടൈം ബിറ്റ്വീൻ 45 and 49 വരെ ആ ഒരു കാര്യം, ആ ഒരു 4-5 years വീണ്ടും ആ പേരുണ്ടായിരുന്നു. പക്ഷെ പെർമനൻ്റായിട്ട് തായ്ലാൻഡ് എന്നുള്ള പേര് അവർക്ക് 1949 ശേഷം അത് ഉണ്ടാകുകയാണ് ഉണ്ടായത്. നമ്മൾ പിന്നെ നോക്കുമ്പോൾ ഞങ്ങൾ അവിടെ പോയ സമയത്ത് കണ്ടതായ ഏതാനും ചില കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ വീഡിയോയുടെ നീളം കൂടും. തന്നെയല്ല, വളരെ സ്പെസിഫിക്കായിട്ട് ചില ഏതാനും ചെറിയ കാര്യങ്ങൾ പറയാൻ വിചാരിച്ചു. സൈറ്റ് സീയിങ് വന്നിട്ട് വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരു കോറൽ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്ത് പോകുന്നത് വളരെ നല്ല ഒരു റൈഡാണത്. അതുപോലെ തന്നെ വാട്ടർ സ്പോർട്സ്, പാരാ സെയിലിങ്, ജെറ്റ് സ്കീയിങ്, അതുപോലെ തന്നെ കോറൽ ഐലൻഡിൽ ബനാന ബോട്ട് റേസ്, അതുപോലെ വേറെ പല ആക്ടിവിറ്റീസും വെള്ളത്തിലുള്ള കാര്യങ്ങൾ അവിടെ കാണാം. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നമുക്കതിലൊക്കെ ചെയ്യാനായിട്ടുള്ള നല്ല എല്ലാ അവസരങ്ങളും ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്ന പട്ടായയിൽ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ആ റോഡിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ അതൊരു പുതിയൊരു അനുഭവമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ പട്ടായ ബീച്ച് വളരെ ഒരുപാട് നീളമുള്ള ഒരു ബീച്ചാണ്. അവിടെ ഒരു പ്രത്യേകമായിട്ടാണ് രാത്രിയെല്ലാം ജനങ്ങൾ അവിടെ തന്നെയുണ്ട്. അവിടെ എല്ലാ ആക്ടിവിറ്റീസും ഉണ്ടെങ്കിലും ക്രൈമൊക്കെ വളരെ കുറവുള്ള ഒരു സ്ഥലമായിട്ടാണ് കണ്ടത്. ആ റോഡിലൊന്നും നമുക്കങ്ങനെ പോലീസുകാരെയൊന്നും കാണാൻ പറ്റില്ല. അതുപോലെ സൈറൻ മുഴക്കിക്കൊണ്ട് പോകുന്ന പോലീസ് അങ്ങനെയുള്ളതൊന്നും കാര്യമായിട്ടൊന്നും അവിടെ കണ്ടില്ല. ആംബുലൻസ് അവിടെ. അതുപോലെ തന്നെയുള്ള വേറെ കാര്യമാണ് ഹോസ്പിറ്റലുകൾക്ക്, ഡോക്ടേഴ്സിൻ്റെ ക്ലിനിക്ക്, മെഡിക്കൽ ഷോപ്പ്, അതൊക്കെ വളരെ ഫ്യൂ ഉള്ളതെന്നുള്ളതാണ്. നമ്മൾ തേടി ചെന്നാൽ കാണാനൊക്കത്തില്ല, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഗവൺമെൻറ് റൺ ചെയ്യുന്ന ഒരു വലിയ ഹോസ്പിറ്റൽ അവിടെ ഉണ്ട്. അത് ഈ ഫോറിനിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാനും ഒക്കെ കൂടെ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്നതാണ്.
അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അവരുടെ മസാജിങ്, തായ്ലാൻഡ് മസാജിങ്. അവരുടെ അതിനായിട്ട് പ്രത്യേകം ട്രെയിനിങ് കൊടുക്കുന്ന സ്കൂളും കാര്യമൊക്കെയുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ടും ഞങ്ങൾ മസാജിങ് ചെയ്യിച്ചു. അത് 2 hours അവർ ചെയ്യുന്നത്. വളരെ നല്ല ഒരു റിസൾട്ടാണ് കിട്ടിയത്. 2 മണിക്കൂറിന് അവരുടെ 600 ബാത്ത് ചാർജ് ചെയ്യും. നമ്മുടെ റുപ്പീസിൽ പറഞ്ഞാൽ ഏകദേശം ഒരു 1700 to 800 റുപ്പീസ് 2 hours എന്നാൽ അതിൻ്റെ റിസൾട്ട് വളരെ നന്നായിരിക്കും. അതായത് നമ്മൾക്ക് ബാക്ക് പെയിന്, അതുപോലെ നെക്ക് പെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ആ മസാജിൽ കൂടെ മാറുന്നതാണ്. അവർ ഓയിലൊന്നും യൂസ് ചെയ്യത്തില്ല. കാലിൻ്റെ പാദത്തിൽ ഉള്ളിൽ മാത്രം ലേശം ഈ ടൈഗർ ബാം അവർ തേക്കും. പക്ഷെ അതങ്ങനെ ഒരു വളരെ പ്ലസൻറ്റ് സ്മെല്ലുള്ള ടൈഗർ ബാം വളരെ തിന്നായിട്ടൊരു ലെയർ അപ്ലൈ ചെയ്യുന്നു മാത്രം. വേറെ ഒരു ഓയിലോ കാര്യമൊന്നും അവർ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മെന്നിനും വിമെന്നിനും എല്ലാവർക്കും ലേഡീസാണ് മസാജിങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ ലയൺ സഫാരി, ഡൈനോസർ പാർക്ക്, അഗ്രികൾച്ചറൽ, ബൊട്ടാണിക്കൽ ഗാർഡന്, എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിരിക്കും എന്നുള്ളതാണ്. നമ്മൾക്ക് സമയം പോകുന്നതേ അറിയില്ല. അതുപോലെ ഒത്തിരി ബിസി ആയിട്ടുള്ള ഒരു വിസിറ്റാണ്. പ്രത്യേകിച്ച് ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിസിറ്റ് നമ്മൾ ഗോൾഡൻ ബുദ്ധ, അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ബുദ്ധ, അങ്ങനെ അതൊക്കെ വളരെ നല്ല ഒരു കാണാനായിട്ട് വളരെ ഭംഗിയുള്ള, വളരെ നല്ല എക്സ്പീരിയൻസ് ഉള്ള സ്ഥലങ്ങളാണ്. അതൊക്കെ വിസിറ്റ് ചെയ്യാൻ സാധിച്ചു. എസ്പെഷ്യലി നമുക്ക് ഈ ലയണിൻ്റെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാം, ജീവനുള്ള ലയണിൻ്റെ കൂടെ. ആക്ച്വലി ലയണ് അതിന് അവർ എന്തെങ്കിലും മെഡിസിൻ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഞാനും ഫോട്ടോ എടുപ്പിച്ചു. പക്ഷെങ്കിൽ അത് വളരെ മൈൽഡായിട്ടുള്ള ഒരു ബിഹേവിയറാണ് കാണിച്ചത്. എല്ലാവരും അതിന് നല്ലൊരു ചാർജ് കൊടുക്കണം. ഒരു ഫോട്ടോയ്ക്ക് ഏതാണ്ട് 200 ബാത്ത് എന്താ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അത് മൊബൈലിൽ എടുത്ത് തരത്തേ ഉള്ളൂ, പ്രിൻ്റ് ഔട്ടൊന്നും കിട്ടത്തില്ല. നമ്മൾ തന്നെ പിന്നെ പ്രിൻ്റ് എടുക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറെ കുറേ ആക്ടിവിറ്റീസ് ആനിമൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്കവിടെ കാണാനുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ഓപ്പൺ പാർക്കുണ്ട്, ആനിമൽ പാർക്ക്, സഫാരി, ആനിമൽ സഫാരി. നമ്മൾ വെഹിക്കിളിനുള്ളിലിരിക്കുന്നു, ആനിമൽസ് എല്ലാം വെളിയിൽ, ബേഡ്സ്, പലതരം ബേഡ്സ്. അതുപോലെ തന്നെ ടൈഗറിൻ്റെ തന്നെ വലിയ ഒരു ഏരിയ ഉണ്ടെന്നുള്ളതാണ്. വേറെ വേറെ ആനിമൽസ് വളരെ നന്നായിരിക്കുന്നത്. ബാങ്കോക്കിൽ അത് കാണാനായിട്ട് നല്ല രസമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അവരുടെ ഫുഡ് സ്റ്റൈല് വന്നിട്ട് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റിയ കാര്യമാണെന്നുള്ളതാണ്. കാരണം അവർ വളരെ മിതമായിട്ടുള്ള ഭക്ഷണം, വളരെ അധികം അവിടെ എന്ത് ഉണ്ടാകുന്നോ അവർ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളൊന്നും അധികം യൂസ് ചെയ്യത്തില്ല. അവരുടെ ദേശത്ത് എന്തുണ്ടോ അവൈലബിൾ ആയിട്ട് അവരുടെ ഹെൽത്തിന്, അവരുടെ കൾച്ചറിനും, അവരുടെ ക്ലൈമറ്റിനും ചേർന്ന രീതിയിലുള്ള ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. അതുകൊണ്ട് അവർ അധികം പേരൊന്നും അല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ ഹോസ്പിറ്റലുകളൊക്കെ കുറവായിരിക്കുന്നത്. അതുപോലെ തന്നെ മെഡിസിന് അധികം ഉപയോഗിക്കാറില്ല. അവർ ഭക്ഷണത്തിൽ കൂടെ വളരെ അധികം സൂപ്പ് ടൈപ്പിലുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ നോൺ വെജൊക്കെ അവർ കഴിക്കും. പക്ഷേ എല്ലാത്തിനും ലിമിറ്റ് വെച്ചാണ്. ആ മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ അവരെല്ലാം വളരെ ലീനാണ്. അതുപോലെ തന്നെ സ്ലിമ്മായിട്ട് മിഡിൽ, ഒരു വലിയ ഹൈറ്റിൽ മീഡിയം ഹൈറ്റുള്ള, മീഡിയം ബിൽഡായിട്ടുള്ള ആൾക്കാരാണ് അവിടുത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം. അവരെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്നത് കാണാം. ഈവൻ ഏജ് ആയിട്ടുള്ള ആൾക്കാരും അവരെപ്പോഴും ആക്റ്റീവാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അവരുടെ കൾച്ചറൽ പ്രോഗ്രാംസ്. ആ കൾച്ചറൽ പ്രോഗ്രാംസിൻ്റെ ഷോസ് എല്ലാം നമ്മൾ കാണുവാനിടയായി. 2-3 ഷോസ് ഞങ്ങൾ കണ്ടു. ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ അവരുടെ ട്രഡീഷണലായിട്ടുള്ള ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് അവർ ആ ദേശത്തിന് അവരുടെ കൾച്ചറിനെ എല്ലാവരും വിളിച്ചു പോകുന്ന രീതിയിലാണ് അവരുടെ ഓരോ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ ആനിമൽസിൻ്റെ എലിഫൻസ് പരേഡുണ്ട്, എലിഫൻസിൻ്റെ ഷോ ഉണ്ട്.
അതും വളരെ ഭംഗിയായിട്ട് ഉണ്ട് കാണാനായിട്ട്. ഭംഗി മാത്രമല്ല, നമുക്ക് ആസ്വദിക്കാൻ കുറേ സമയം കിട്ടുന്നത് ആണ്. അതൊക്കെ എലിഫൻസിനെയൊക്കെ നമുക്ക് ടച്ച് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ സാധിക്കും. വളരെ നല്ല ഒരു ആക്ടിവിറ്റിയാണെന്ന് പറയാം. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ മറ്റൊരു കാര്യം, അവിടെ അധികം ഓട്ടോറിക്ഷ ഒന്നും കണ്ടില്ല എന്നുള്ളതാണ്. ടാക്സികൾ കാണാം, ഓട്ടോറിക്ഷ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. പക്ഷെങ്കിൽ ആൾക്കാർ അധികവും അവർ ആക്റ്റീവായിട്ട് ഒന്നെങ്കിൽ നടന്നു പോവും, അല്ലെങ്കിൽ അവർ വളരെ ജനറലായിട്ട് എനിക്ക് തോന്നുന്ന അവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നതെന്നുള്ളത് തോന്നുന്നു. അങ്ങനെ ഓട്ടോറിക്ഷ കാര്യങ്ങളൊന്നും കണ്ടില്ല. അതുപോലെ തന്നെ അവരുടെ സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ് വന്നിട്ട് അവർ അവരുടെ വെതറിനനുസരിച്ചുള്ളതായിരിക്കാം. എന്തായാലും വളരെ ഒത്തിരി ഫാൻസി ആയിട്ടുള്ള ഡ്രസ്സുകളല്ല ഇടുന്നത്, മിനിമലായിട്ടുള്ള ഡ്രസ്സ്. അതുപോലെ തന്നെ അവരുടെ കൾച്ചർ പ്രകാരമാണെന്ന് തോന്നുന്നു മിനിമം ഡ്രസ്സ് വെയർ ചെയ്യുന്നവരും ഈവൻ നേക്കഡായിട്ട് നടക്കുന്ന ആൾക്കാരെയും കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ അവരുടെ കൾച്ചറൽ ഷോയിലാണേലും വളരെ മിനിമം ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഷോസ് പലതും ഉണ്ടായിരുന്നുള്ളതാണ്. അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു മറ്റുള്ള കൾച്ചറുകളിലെ അധികം അഡോപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഇതൊന്നും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ ഫുഡ് സ്റ്റൈലായാലും ശരി, അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിലായാലും ശരി, അവർ വേറുള്ള ആൾക്കാരുടെ പോലുള്ള ഡ്രസ്സിങ്ങൊന്നും അധികം അവിടെ കാണുവാനായിട്ട് ഇടയായില്ല. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യാൻ കാണാനും അതുപോലെ അതൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് വളരെ നല്ല ഒരു സ്ഥലമാണ് തായ്ലാൻഡ്. ബാങ്കോക്ക്, പട്ടായി അതുപോലുള്ള സിറ്റികളൊക്കെ ഏറ്റവും നന്നായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഫുൾ അവരുടെ മാർക്കറ്റ് കാണേണ്ടതാണ്. അവരുടെ ലോക്കൽ മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിൽ കിട്ടാത്ത സാധനങ്ങളൊന്നും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും തമാശയായിട്ട് തോന്നിയത്. ഈ നമ്മുടെ ചിങ്കണ്ണി, അതിനെന്താ പറഞ്ഞത്, ഈ മുതല എന്ന് പറയില്ല, മുതല, അതിനെ വന്നിട്ട് നല്ല ഇങ്ങനെ അതിനെ കൂടെ ഫ്രൈ ചെയ്ത് ടോസ്റ്റ് ചെയ്ത് കമ്പിയിലിങ്ങനെ കറക്കി ഫ്രൈ ചെയ്ത് അതുപോലെ കാണാനായിട്ട് ഇടയായി. അവരുടെ ഭക്ഷണക്രമങ്ങളും അവരുടെ സമുദ്രത്തിലുള്ള പല സാധനങ്ങളും അവർ കഴിക്കുന്നത് പോലെ അവിടെ വേറെ നമ്മൾ കഴിക്കാത്ത പല സാധനങ്ങളും ഇൻസെക്ട്സിനെ കാണുവാനായിട്ടിടയായി. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്ത് അതിൽ എൻജോയ് ചെയ്യുന്നത് നന്നായിരിക്കും. ഞങ്ങൾക്ക് വളരെ അത് നന്നായിട്ട് തോന്നി. അവിടെ താമസ സൗകര്യങ്ങൾ, ഫുഡ്, അവിടുത്തെ വെതർ കാര്യം എല്ലാം വളരെ ഭംഗിയായിരുന്നു. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ടോട്ടലി പറഞ്ഞാൽ ഇറ്റ് വാസ് എ നൈസ് ട്രിപ്പ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ഹാവ് എ നൈസ് ടൈം.